ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കൂടുതൽ മുറുകുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇറാനിൽ സൈനിക കേന്ദ്രങ്ങളും റിഫൈനറികളും ടെലിവിഷൻ ചാനലും വരെ ഇസ്രയേൽ ആക്രമിച്ചു എന്ന വാർത്തയാണ്. ഇന്നലെ രാത്രി ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ നെറ്റ്വർക്കിൽ വാർത്താ അവതാരക വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നെറ്റ്വർക്കിൻ്റെ കെട്ടിട സമുച്ചയത്തിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായതും ടെലിവിഷൻ അവതാരക പുറത്തേക്ക് ഓടുന്നു. പിന്നീട് വെളിയിൽ നിന്ന് അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റെക്കോർഡിട്ടു. മാധ്യമപ്രവർത്തകർക്ക് നേരെ യുദ്ധ സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലിൻ്റെ കെട്ടിടം ആക്രമിക്കുന്നതൊന്നും അത്ര സാധാരണമല്ല. ഇസ്രയേലിൻ്റെ അയൺ ഡോമുകളെ ഭേദിച്ച് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വിനാശം വിതറി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ നിമിറ്റ്സ് ഇറാന് സമീപത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തകളും വരികയാണ്. ഈ വാർത്തകളൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കാൻ ബി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. യഥാർത്ഥത്തിൽ ലോകത്ത് വല്ലാത്ത അശാന്തിയാണ് ഈ പശ്ചിമേഷ്യയിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും എസ് കെ എൻ, യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പരസ്പരം മിസൈൽ വർഷം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി എസ് കെ എൻ പറഞ്ഞ പോലെ നമ്മൾ ലൈവായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായി ഏറ്റവും നമ്മൾ അമ്പരിപ്പിച്ചത് ഒരു ടെലിവിഷൻ ചാനലിൽ അവതാരക വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് വന്ന് ഷെല്ല് അടിക്കുകയാണ്. മിസൈൽ അടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തെറിച്ചു വീഴുന്നു. അവരിറങ്ങി ഓടുന്നു. ആ തരത്തിൽ എന്ന് മാത്രമല്ല, ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ കത്തി ജ്വലിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടുത്തെ വാർത്താ അവതാരകൻ ചോര പുരണ്ട കയ്യുമായി അല്പം മാറി നിന്ന് ആ കത്തിയെരിയുന്ന ടെലിവിഷൻ ചാനലിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾ കീഴടങ്ങില്ല, സിയോണിസ്റ്റ് ഭരണത്തിനെതിരെ അവസാനത്തുള്ളി രക്തം വരെ പോരാടുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ നാടകീയമായ ഒരുപാട് ദൃശ്യങ്ങളാണ് ഈ മണിക്കൂറുകളിൽ കടന്നു വന്നത്. എന്ന് മാത്രമല്ല, നിരവധി മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നാണക്കേടാണ്. അവരുടെ ദേശീയ ടെലിവിഷൻ്റെ ആസ്ഥാനം ആക്രമിച്ച് അത് മുഴുവൻ തീയിൽ തീയുന്നതിൻ്റെ ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിസിഷൻ സ്ട്രൈക്സ് ആണ്. കാരണം മൊസാദ് വഴി അവിടുത്തെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് കൃത്യമായി ഇന്ന കെട്ടിടത്തിൽ ഇന്ന ആൾ താമസിക്കുന്നു, അങ്ങനെ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് റിഫൈനറികൾ, പ്രധാനമായിട്ട് ഷഹ്റാൻ, അതുപോലെ കാങ്കൻ തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ തന്നെ വലിയ എണ്ണപ്പാടങ്ങൾക്കാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു. അവർ ക്വാമിലേക്ക് അവരെ കൊണ്ടുപോയി. ഏതാണ്ട് 1500 വിദ്യാർത്ഥികളാണ് ഇന്ത്യക്കാർ ടെഹ്റാനിലുള്ളത്. കൂടുതൽ പേരും കാശ്മീരികളാണ്. കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ബന്ധപ്പെട്ട ശേഷമാണ് അവരെ അർമേനിയയിൽ കൊണ്ടുപോയി തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറുകളിലൊക്കെ കാണുന്നത് ടെഹ്റാനിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നിന്ന് ജീവനും കൊണ്ടോടുന്ന അവസ്ഥയാണ്. കാരണം അതുപോലെയുള്ള ആക്രമണമാണ് ടെഹ്റാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് അവരും ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യ ദിവസം 100 ബാലിസ്റ്റിക് മിസൈലായിരുന്നെങ്കിൽ 2ാം ദിവസം അത് 200ആയി. പിന്നെ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ വർഷം വരാൻ പോകുന്നു. ഇസ്രായേൽ പിടിക്കണമെങ്കിൽ പിടിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്തായാലും അയൺ ഡോമുകൾക്ക് പോലും രക്ഷിക്കാനാവാത്ത വിധം ഉള്ള മിസൈലുകളുടെ എണ്ണവും, അതുപോലെ തന്നെ ഒരു കൗണ്ടറായിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് ഈ അയൺ ഡോമുകളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഡ് എന്തോ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അയൺ ഡോമുകൾ ഇത് തടയുന്നതിന് മുമ്പ് തന്നെ ഇത് വന്ന് പതിക്കുന്നു. എസ് കെ എൻ, ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1300 മുതൽ 1500 കിലോമീറ്ററാണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിക്കാൻ അവിടുന്ന് തൊടുത്തു വിട്ടാൽ 12 മിനിറ്റാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ. അത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്ന ബാലിസ്റ്റിക് മിസൈലുമുണ്ട്. 12 മിനിറ്റ്. അത് ക്രൂയിസ് മിസൈലാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഒരു ഡ്രോൺ ആണെങ്കിൽ ഡ്രോണിന് 9 മണിക്കൂർ വരെ എടുക്കാം. കാരണം അത് വളരെ സ്ലോ ആണ്. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈൽ ടോപ്പിലേക്ക് വന്ന് നേരെ വന്ന് താഴോട്ട് കുത്തനെ വീഴുകയാണ്. അതുകൊണ്ട് ഈ അയൺ ഡോമുകൾക്ക് ഒരുപാട് ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോൾ തടയാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തത്. ഇസ്രായേൽ ഇതുവരെ ഗസയിൽ നിന്നൊക്കെയുള്ള, യമനിൽ നിന്നൊക്കെയുള്ള മിസൈലുകൾ തകർത്ത് കളയായിരുന്നു. പക്ഷേ ഇത് തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിരവധി ഏതാണ്ട് 25 പേര് അവരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 40 പേരെ കെട്ടിടങ്ങൾക്കിടയിൽ കാണാനില്ല. ഇസ്രായേലിന് വല്ലാത്ത ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഈ ഇറാൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഔദ്യോഗികമായിട്ട് 250-ൽ താഴെ എന്നാണ് പറയുന്നത്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കനുസരിച്ച് 400-നും 500-നും ഇടയ്ക്ക് ആൾക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്
എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും എസ് കെ ഇതിൽ ഏറ്റവും നമ്മൾ അമ്പരിപ്പിക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയും കുടുംബവും പെഷഷ്കിയാനും കുടുംബവും അവിടുത്തെ പ്രസിഡന്റൊക്കെ ബങ്കറുകളിലാണ്. ആ ബങ്കറുകളെ ലക്ഷ്യം വെച്ച് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇന്നലെ നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞത്, ഞങ്ങൾ അടിക്കും, ആയത്തുള്ള ഖൊമേനിയെ വധിച്ചാൽ യുദ്ധം തീരുമെങ്കിൽ അതിനും തയ്യാറാണ് എന്നുള്ള തരത്തിലാണ്. ആയത്തുള്ള ഖൊമേനിയെ വധിച്ച് ഭരണമാറ്റം ഇസ്ലാമിക ഇറാനിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുടെ നിമിറ്റ്സ് എന്ന യുദ്ധക്കപ്പൽ, രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി ഇറാൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നേരത്തെ USS വിൻസൻ കാൾസൺ അവിടെയുണ്ട്. നിരവധി യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അമേരിക്ക ഇതിൽ ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് കൂടി അറിയാനുണ്ട്. എസ് കെ. ഓക്കെ.